Hello friends, welcome back to ES Education. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തവും ഭാവിയിൽ വലിയ സാധ്യതകളുമുള്ള ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിനെ കുറിച്ചാണ്. ബിടെക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലുകളിൽ കാണുന്ന ECG മെഷീൻ എങ്ങനെ പ്രവർത്തിക്കുന്നു? MRI, CT സ്കാൻ പോലുള്ള സ്കാനിങ് മെഷീനുകൾ എങ്ങനെ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കാണിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഹേർട്ട്, പേസ് മേക്കർ ഇവയെല്ലാം എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു? ഇതെല്ലാം പഠിക്കുന്നതും വികസിപ്പിക്കുന്നതും ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. എന്താണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, സാലറി എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നത് എഞ്ചിനീയറിംഗ് പ്ലസ് മെഡിക്കൽ സയൻസ് ചേർന്നുള്ള ഒരു മേഖലയാണ്. ലളിതമായി പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന മെഷീനുകളും ടെക്നോളജികളും ഡിസൈൻ ചെയ്യുന്നതും വികസിപ്പിക്കുന്നതുമൊക്കെ ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. ഉദാഹരണത്തിന് ECG മെഷീൻ, MRI സ്കാനർ, CT സ്കാനർ, ഡയാലിസിസ് മെഷീൻ, ആർട്ടിഫിഷ്യൽ ലിംസ്, പേസ് മേക്കർ, സർജിക്കൽ റോബോട്ട്സ് ഈ ഉപകരണങ്ങളെല്ലാം മനുഷ്യന്റെ രോഗം കണ്ടെത്താനും ചികിത്സയ്ക്കും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്നത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡാണ്. ഇതൊരു 4 വർഷം ഡ്യൂറേഷൻ വരുന്ന പ്രൊഫഷണൽ കോഴ്സാണ്. ഇതിൽ നമ്മൾ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സും മെഡിക്കൽ സബ്ജക്ട്സും ഒരുമിച്ച് പഠിക്കുന്നു. ഫസ്റ്റ് ഇയറിൽ എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിനെയും പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. മാത്തമെറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, പ്രോഗ്രാമിംഗ് തുടങ്ങിയവയാണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് ഇയർ മുതലാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ സബ്ജക്ട്സ് സ്റ്റാർട്ട് ആവുന്നത്. ഹ്യൂമൻ അനാറ്റമി, ഫിസിയോളജി തുടങ്ങിയവയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നു, നാഡീ വ്യവസ്ഥ, രക്തസഞ്ചാരം ഇവയെല്ലാം മനസ്സിലാക്കാതെ നമുക്കൊരു മെഡിക്കൽ ഉപകരണം വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല. 3-ാമത്തെ വർഷം നമ്മൾ ടെക്നിക്കൽ പരമായിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും പഠിക്കുന്നത്. അതായത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഉപകരണമായിട്ടുള്ള ECG, EEG, ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് ഇവയൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഈ ഇയറിൽ നമ്മൾ പഠിക്കുന്നത്. കൂടാതെ മെഡിക്കൽ ഇമേജിംഗ് അതായത് എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ തേർഡ് ഇയറിലാണ് പഠിക്കുന്നത്. ഫൈനൽ ഇയറിൽ കംപ്ലീറ്റ് പ്രോജക്റ്റ്, ഇന്റേൺഷിപ്പ്, റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഫൈനൽ ഇയറിൽ പൊതുവെ വരുന്നത്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് ശേഷം ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ സെന്റേഴ്സ്, റിസർച്ച് സെന്റേഴ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ് കമ്പനീസ് തുടങ്ങിയ ഇടങ്ങൾ ബയോമെഡിക്കൽ എഞ്ചിനീയർ, ക്ലിനിക്കൽ എഞ്ചിനീയർ, മെഡിക്കൽ എക്യുപ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, ഹോസ്പിറ്റൽ ടെക്നോളജി മാനേജ്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് ശേഷം നമ്മൾ ഹയർ സ്റ്റഡീസ് ആണ് നോക്കുന്നതെങ്കിൽ MTech ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, MS എബ്രോഡ്, PhD തുടങ്ങിയ കോഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ത്യയിലും എബ്രോഡും ഹൈ ഡിമാൻഡും ഹൈ സാലറിയും ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് 20,000 to 40,000 വരെ മന്ത്ലി നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സാലറി ഇൻക്രീസും ആവുന്നുണ്ട്. കേരളത്തില് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ നോക്കുന്നത് കീമിന്റെ അണ്ടറിലായിരിക്കും. നമുക്ക് നിയർ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള തമിഴ്നാടും കർണാടക, ബാംഗ്ലൂർ ഒക്കെ ഒരുപാട് കോളേജസിൽ ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ കോഴ്സിനെ കുറിച്ചോ കോളേജസിനെ കുറിച്ചോ ഒക്കെ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ES എഡ്യൂക്കേഷനുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.